ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലപ്പോഴും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അതായത് നിസ്സഹായത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അതല്ലേ. ഇനി മുന്നോട്ടൊരു വഴിയുമില്ല, എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടു, എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു നിമിഷം. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാം കൈവിട്ട ആ ഒരു നിമിഷം അതൊരു അവസാനമായിരുന്നില്ലെങ്കിലോ, അതൊരു പുതിയ തുടക്കമായിരുന്നെങ്കിലോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നശിച്ചു എന്ന് നമ്മൾ കരുതിയ ആ നിസ്സഹായത നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ വഴിത്തിരിവിൻ്റെ തുടക്കം മാത്രമായിരുന്നെങ്കിലോ? ശരിക്കും നമ്മൾ പൂർണ്ണമായും സറണ്ടർ ചെയ്യുന്ന ആ ഒരു നിമിഷത്തിലുണ്ടൊരു മാജിക്. നമ്മുടെ എല്ലാ ശക്തിയും ചോർന്നു പോയി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ പൂർണ്ണമായും തിരിച്ചറിയുന്ന ആ നിമിഷങ്ങൾ. ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷം വരുന്ന ആ ഒരു നിശബ്ദതയില്ലേ, അല്ലെങ്കിൽ എല്ലാ എഫേർട്ടുകളും, അതായത് ശ്രമങ്ങളും പരാജയപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ തളർന്നിരിക്കുന്ന ആ ഒരു നിമിഷമില്ലേ, ആ നിമിഷത്തിലാണ് നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമ്മളെ സഹായിക്കാൻ വരുന്നത് നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്തല്ല, മറിച്ച് നമ്മുടെ കൺട്രോൾ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ റോയായിട്ടുള്ള, അതായത് നമ്മൾ ആരാണോ അങ്ങനെ തന്നെയുള്ള നിമിഷത്തിനായി പ്രപഞ്ചം കാത്തിരിക്കും. കാരണം ആ സമയത്താണ് നമ്മൾ ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്ന മാസ്ക് അഴിച്ചു വെച്ച് നമ്മൾ ആരാണോ അതുപോലെ കംപ്ലീറ്റ്ലി റിയൽ ആയിട്ട് മാറുന്നത്. സത്യസന്ധമായ ഒരു മനസ്സുണ്ടെങ്കിലേ അതിനെ മാറ്റിയെടുക്കാൻ പ്രപഞ്ചത്തിന് കഴിയൂ. ഈ നിസ്സഹായത ഒരു വീഴ്ചയായിട്ട് തോന്നാമെങ്കിലും അതൊരു സ്പേസാണ്. നമ്മൾ സ്വന്തമായി എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതും ഈ യൂണിവേഴ്സ് നമുക്ക് തരാൻ വേണ്ടി കാത്തുവെച്ച അനുഗ്രഹങ്ങൾക്കും ഇടയിലുള്ളൊരു ബ്രിഡ്ജാണത്. എല്ലാം അവസാനിച്ചെന്ന് തോന്നി ആ നിശബ്ദത നമ്മളെ മൂടുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറാൻ തുടങ്ങും. നമ്മൾ ഓട്ടം നിർത്തും, പിടിവലി നിർത്തും. ആ ഒരു നിശ്ചലാവസ്ഥയിൽ ആണൊരു പുതിയ യാത്ര തുടങ്ങുന്നത്. നമ്മളെ സഹായിക്കാൻ ഈ പ്രപഞ്ചത്തിന് നമ്മുടെ ശക്തി ആവശ്യമില്ല. അവർ കാത്തിരിക്കുന്നത് നമ്മുടെ സറണ്ടറിന് വേണ്ടിയിട്ടാണ്. അത് ആരെയും ബോധിപ്പിക്കാനുള്ള ഒരു നാടകമല്ല. എല്ലാം എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്ന ആ ഒരു നിശബ്ദമായ വിട്ടുകൊടുക്കലാണ്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം വരാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ സറണ്ടർ എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ഒന്നും അല്ല കേട്ടോ, അതൊരു വലിയ വിശ്വാസമാണ്. ഇതെല്ലാം തനിച്ചു ചുവക്കാൻ എനിക്കാവില്ല എന്ന് നമ്മുടെ സോള് പറയുമ്പോൾ പ്രപഞ്ചം കേൾക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. നമ്മൾ ആദ്യമായിട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ, യാതൊരു കണക്കുകൂട്ടലുകളും ഇല്ലാതെ എല്ലാ കൺട്രോളും നിർത്തി ഒരു ഒഴിഞ്ഞ പാത്രം ആകുമ്പോഴാണ് പ്രപഞ്ചം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലോജിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻസും എല്ലാം നമ്മൾ ഒഴിവാക്കുമ്പോൾ ആ ഒഴിഞ്ഞ മനസ്സിലേക്ക് അത്ഭുതങ്ങൾ വരാനുള്ളൊരു സ്പേസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു പിടിയുമില്ലാത്ത, താങ്ങാൻ കഴിയാത്ത ഭാരമുണ്ടെന്ന് തോന്നുന്ന ഒരിടത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയല്ല, മറിച്ചൊരു പ്രത്യേക സ്ഥാനത്തേക്ക് മാറ്റപ്പെടുകയാണ്. നിരാശയിലായിരിക്കുമ്പോഴാണ് പ്രപഞ്ചം നിങ്ങളെ തേടിയെത്തുന്നത്. കാരണം അപ്പോൾ മാത്രമേ നിങ്ങൾക്കത് സ്വീകരിക്കാൻ ശരിക്കും തയ്യാറാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലും ഈ പ്രപഞ്ചം നിശ്ചലമായി നിൽക്കുന്നില്ല. അത് നമ്മുടെ യുക്തിക്ക് അതീതമായ വഴികളിലൂടെ ചലിക്കുന്നു. നമ്മുടെ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ ഹൃദയത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന പാറ്റേണുകളിൽ അത് പ്രവർത്തിക്കുന്നു. നിസ്സഹായത എന്നത് ചലനമില്ലായ്മ എന്നല്ല, നമ്മൾ ഒരു വലിയ പുനഃക്രമീകരണത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണ്. ഈ റീ അറേഞ്ച്മെൻറ്റിന് നിശബ്ദത അത്യാവശ്യമാണ്. നിങ്ങൾ കാണുന്നതിനെയല്ല, ഉപരിതലത്തിന് താഴെ നിങ്ങൾ അനുഭവിക്കുന്നതിനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ആ അദൃശ്യമായ കൈ നിങ്ങളെ എപ്പോഴും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷിക്കണമെന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളെ കൊടുങ്കാറ്റിനുള്ളിൽ ഉറപ്പിച്ചു നിർത്തും. അതാണ് യഥാർത്ഥ മിറക്കിൾ. കാര്യങ്ങൾ മാറുന്നതല്ല, മറിച്ച് നമ്മൾ മാറുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. നമ്മൾ തകരാതെ സഹിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ് ആകുന്നു. എല്ലാ വേദനകളിലും
നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോഴും ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോഴും തകർന്ന അവസ്ഥ എന്ന വേദന അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആണ് നിങ്ങൾ ദൈവീകമായ രക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തുറന്നു കൊടുക്കുന്നത്. നിങ്ങൾ അതിന് അർഹനാകുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഒടുവിൽ അതിനോട് അലൈനാകുന്നത് കൊണ്ടാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നൽകുന്നത് നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുമ്പോഴല്ല, നിങ്ങൾ പൂർണ്ണമായും തുറന്നു കൊടുക്കുമ്പോഴാണ്. എല്ലാ ഇല്യൂഷനുകളും സറണ്ടർ ചെയ്ത് അറിയാത്തതിനോട് നിങ്ങൾ സമാധാനമുണ്ടാക്കുമ്പോൾ അതാണ് ആ ഒരു വാതിൽ, അതാണ് ആ ഒരു നിമിഷം. അവിടെയാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. അപ്പോഴാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് മാത്രമല്ല, നിങ്ങളുടെ സോളിന് എപ്പോഴും ആവശ്യമുള്ളത് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് വെറും തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ അധ്യായം ഇനി എഴുതാൻ പോകുന്നു. ഈ പ്രപഞ്ചം നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ഹൃദയം തുറക്കുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്